അമേരിക്ക ഇറാനും കൂടെ ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ 170ഓളം വരുന്ന പെൺകുട്ടികളെ അവരുടെ ദുർമൂർത്തിയായിട്ടുള്ള ബാലിന് ബലിയർപ്പിച്ചുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ ആരംഭം. പ്രധാനമായിട്ട് എല്ലാ യുദ്ധങ്ങളിലും നമ്മൾ കാണാറുണ്ട്, ഇവർ എല്ലാ യുദ്ധങ്ങളിലും ആദ്യം തന്നെ കുട്ടികൾക്ക് നേരെ ബോംബ് വർഷം നടത്തിക്കൊണ്ട് തന്നെ കുട്ടികളെ ബലിയർപ്പിച്ചുകൊണ്ടാണ് എല്ലായ്പ്പോഴും എല്ലാ യുദ്ധങ്ങളും ആരംഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മേൽക്കോയ്മ നമുക്ക് അവരിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി തന്നെ സൂറത്ത് അൽ ബഖറയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ഖുർആൻ്റെ അധ്യായമാണ് സൂറത്ത് അൽ ബഖറ. നമുക്ക് വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ബാലെന്ന പേരിൽ അറിയപ്പെടുന്നത് വാസ്തവത്തിലെ ദജ്ജാൽ തന്നെയാണോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒരുപാട് സാമ്യങ്ങൾ ബാലിനും ദജ്ജാലിനും തമ്മിലായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദജ്ജാലിനെ കണ്ടതായിട്ട് തമീമുദ്ദാരി എന്ന് പറയുന്ന സ്വഹാബി റസൂലിനോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അതിനകത്തെല്ലാം അവരെ സ്വീകരിക്കാൻ വേണ്ടി ജസാസ എന്ന പേരുള്ള ഒരു രോമാവൃതമായിട്ടുള്ള ഒരു രൂപം കണ്ടതായിട്ടും പറയുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വിശദമായി തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ സൂറത്തുൽ ബഖറ നമുക്കൊന്ന് പരിശോധിക്കാം. മനുഷ്യരെ അവരുടെ വിശ്വാസത്തിൻ്റെയും നിലപാടിൻ്റെയും അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളാണെന്നാണ് സൂറത്തുൽ ബഖറ പറയുന്നത്. അവ ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. 1, സത്യവിശ്വാസികളെന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിലും അദൃശ്യ കാര്യങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും സത്യമായ ഒന്നിനെ അല്ലെങ്കിൽ സത്യം എന്താണോ അതിലേക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്തവരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അവർക്കുള്ള ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ അദൃശ്യ കാര്യങ്ങളിൽ, അതായത് മലക്കുകൾ, പരലോകം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നു. കൃത്യമായി നമസ്കാരം നിലനിർത്തുകയും അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം അവർ ദാനം ചെയ്യുകയും ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു ഇരുട്ട് മുറിയിൽ വഴികാട്ടിയായിട്ട് ഒരു ലൈറ്റ് ലഭിച്ചാൽ അത് വിശ്വസിച്ച് ആ വെളിച്ചത്തിലൂടെ കൃത്യമായി നടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന ആളെ പോലെയാണ് ഇവർ എന്ന് ഖുർആൻ എന്ന വെളിച്ചം ഇവർക്ക് വഴി കാണിക്കുന്നതായിട്ടും ഖുർആൻ പറയുന്നുണ്ട്. ഇനി സത്യനിഷേധികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം മനസ്സിലാക്കിയിട്ടും അത് മനഃപൂർവ്വം നിഷേധിക്കുന്നവരാണിവർ. ഇവരെ ഉപദേശിച്ചാലും ഇല്ലെങ്കിലും ഫലം ഒന്നു തന്നെയായിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് സത്യമാണെന്ന് അവരറിഞ്ഞിട്ടും സത്യത്തിന് നേരെ അവർ കണ്ണടയ്ക്കും എന്നാണ് പറയുന്നത്. അവരുടെ ഹൃദയങ്ങളിലും കാതുകളിലും ദൈവം മുദ്ര വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവർ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പോലുമില്ല എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉച്ച സമയത്ത് സൂര്യൻ ആകാശത്തിങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ കണ്ണുകളെ ഇറുക്കി അടച്ചുകൊണ്ടിട്ട് ഇവിടെ വെളിച്ചമില്ല എന്ന് വാദിക്കുന്ന ഒരാളെ പോലെയാണ് ഇവരെന്ന് പറയുന്നുണ്ട്. അതായത് തെളിവുകൾ എത്ര തന്നെ അവരുടെ മുമ്പിലുണ്ടെങ്കിലും അവരതൊന്നും അംഗീകരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, 3ാമത്തെ വിഭാഗമായിട്ട് പറയുന്നത് കപടവിശ്വാസികളെക്കുറിച്ചാണ്. അതായത് ഈ കപടവിശ്വാസികളെക്കുറിച്ചാണ് സൂറത്തുൽ ബഖറയിൽ കൂടുതലായിട്ട് വിശദീകരിക്കുന്നത്. പുറമെ വിശ്വാസികളാണെന്ന് പറയുകയും ഉള്ളിൽ അവിശ്വാസം വെച്ച് പുലർത്തുകയും ചെയ്യുന്നവരാണിവർ. അതായത് ഈ വിഭാഗത്തെക്കുറിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസികളെ കാണുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് പറയുകയും എന്നാൽ സ്വന്തം കൂട്ടാളികളുടെ അടുത്തെത്തി കഴിയുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് അങ്ങ് നിറം മാറുകയും പിന്നെ വിശ്വാസികളെ അവർ ഇവരുടെ കൂടെ നിന്നുകൊണ്ട് പരിഹസിക്കുകയും അവരെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിയുമ്പോൾ അവർ സ്വയം വഞ്ചിക്കുന്നവരാണെന്നാണ് പറയുന്നത്. അവരെ തന്നെ വഞ്ചിക്കുകയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ ഇവരെ 2 ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നുമുണ്ട്. ഒരാൾ ഇരുട്ടിൽ തീ കത്തിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ചുറ്റുമുള്ളത് കാണാമെന്നായപ്പോൾ അള്ളാഹു ആ വെളിച്ചം കെടുത്തി കളയുന്നു. അവർ വീണ്ടും ഇരുട്ടിലായി. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ കഠിനമായ മഴ, മിന്നൽ വെളിച്ചമുണ്ടാകുമ്പോൾ അവർ 2 അടി മുന്നോട്ട് വയ്ക്കും. വെളിച്ചം പോകുമ്പോൾ അവർ വീണ്ടും അവിടെ തന്നെ നിൽക്കും. അതായത് ഗുണമുള്ളപ്പോൾ മാത്രം മതത്തോടൊപ്പം നിൽക്കുകയും പ്രയാസങ്ങൾ വരുമ്പോൾ പിന്തിരിയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവർക്കുണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ 3 വിഭാഗങ്ങളിൽ ഏതിലാണ് നാം ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാനും അത് തിരുത്താനുമായിട്ടാണ് ഖുർആൻ ഇങ്ങനൊരു വിഭജനം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗങ്ങളിൽ പ്രധാനമായിട്ട് 3 വിഭാഗം മനുഷ്യരെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത്, അതിനുശേഷം ഖുർആൻ ദീർഘമായിട്ട് സംസാരിക്കുന്നത് ബനു ഇസ്രായേലിനെ കുറിച്ചാണ്. അതായത് ജൂതന്മാരെ കുറിച്ചാണ്. ഏകദേശം 40 മുതൽ 123 വരെയുള്ള ആയത്തുകളിൽ അവരുടെ ചരിത്രവും സ്വഭാവങ്ങളും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവരാണ് ഇന്ന് ഇറാനെതിരെയും അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് മുസ്ലിങ്ങൾക്ക് മൊത്തമായിട്ട് എതിരെയുമുള്ള ശത്രുവായി മാറുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് സത്യത്തിനെതിരെ അവർ നിലകൊള്ളും എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരിപ്പോൾ ഈ ഒരു ദുർമൂർത്തികൾക്ക് ബലി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സത്യം എന്താണോ അതിനൊരു ഓപ്പോസിറ്റ് വശമുണ്ട്. അതായത് പകലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇരുട്ടുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഏതിനും ഒരു 2 വശമുണ്ട്. അതിൻ്റെ ഏതൊരു ഭാഗത്തും ആളുണ്ടായിരിക്കും. ഇപ്പം നന്മയുടെ പക്ഷത്തും ആളുണ്ടായിരിക്കും, തിന്മയുടെ പക്ഷത്തും ആളുണ്ടായിരിക്കും. അപ്പോൾ തിന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും യുദ്ധം ചെയ്തേ മതിയാവുകയുള്ളൂ. അതിന് അവർക്ക് കുറച്ച് നിഷ്ഠകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ പരമാവധി കാണാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
അപ്പം ഓരോ മനുഷ്യ വിഭാഗങ്ങളും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ അവരുടേതായിട്ടുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങും രാജ്യമില്ലാതെ അലയുന്ന ഒരു വിഭാഗക്കാരാണ് ഇവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങും രാജ്യമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗത്തെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് അവർക്കായിട്ടൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള സ്വപ്നഭൂമിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനെയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നത്. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചതിന് ശേഷം ഇവരുടെ മേലും ദൈവത്തിൻ്റെ കാരുണ്യം എത്തുന്നുണ്ടെന്നാണ്. ഇവരെങ്ങും അലഞ്ഞിരിയേണ്ട അവരുടേതായിട്ടുള്ള നാട്ടിലേക്ക് അവരെ കൊണ്ടുപോകുന്നതാണ് ബൈബിളിൽ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെക്കാൾ അന്നത്തെ കാലത്ത് ബനു ഇസ്രായേൽ വിഭാഗത്തിന് വലിയ മുൻഗണന നൽകിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഫിറോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിച്ചതും മരുഭൂമിയിൽ അവർക്ക് തണലായി മേഘങ്ങളെ നൽകിയെന്നാണ് പറയുന്നത്. അവർ ഈ നടന്നു പോകുന്ന യാത്രയിലെല്ലാം അവർക്ക് മേഘത്തെ അവർക്ക് എപ്പോഴും ഒരു തണലായിട്ടൊരു മേഘത്തെ കൊടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിനായിട്ട് മഞ്ഞും സൽവയും ഇറക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട ഇറച്ചിയും തേനും കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാട ഇറച്ചിയും തേനും ഇവർക്ക് ആഹാരമായിട്ട് കൊടുക്കുമ്പോഴും അങ്ങനെ കൊടുത്തപ്പോഴും ഇവർ മൂസ നബിയോട് അതിനെക്കുറിച്ച് പോലും പരാതിപ്പെടുമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മൂസ നബിയോട് പറയുകയാണ്, നിങ്ങൾ എന്നും ഈ കാടയിറച്ചിയും തേനും തരാൻ നിങ്ങൾ വല്ല പയറ് വർഗ്ഗങ്ങളോ വല്ല അതുപോലുള്ളതൊക്കെ കൊണ്ട് നിങ്ങൾ അള്ളാഹടുത്ത് പറഞ്ഞ അതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തരണം എന്ന് ഇവർ മൂസ നബി അടുത്ത് പറഞ്ഞതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ മൂസ നബി അവരടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും നല്ലത് നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തെ അതിനെ വിട്ടിട്ട് നിങ്ങൾ വീണ്ടും മോശത്തിലേക്കാണോ പോകുന്നതെന്ന് മൂസ നബി അവരോട് ചോദിക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ. അങ്ങനെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്നും മാതാപിതാക്കളോടും ബന്ധുക്കളോടും കരുണ കാണിക്കണമെന്നും അവരോട് കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവരിൽ ഒരു ചെറിയ വിഭാഗം ഒഴി ബാക്കിയുള്ളവരെല്ലാം ഈ കരാറുകളിൽ നിന്നെല്ലാം പിന്തിരിയുന്നുണ്ട്. നമ്മൾ ഈ സൂറത്തുൽ ബക്കറ എന്ന് പറയുമ്പോൾ തന്നെ പശു എന്നാണ് ഈ ബക്കറ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ പേര് വരാൻ തന്നെ കാരണം ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ കൊലയാളിയെ കണ്ടെത്താനായിട്ട് ഒരു പശുവിനെ അറക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ലളിതമായിട്ടുള്ള ഈ കൽപ്പന സ്വീകരിക്കുന്നതിന് പകരം അവർ ചോദിക്കുകയാണ്, പശുവിൻ്റെ ഏത് നിറത്തിലുള്ള പശുവിനെ അറക്കണം, എങ്ങനെയുള്ള പശുവിനെ അറക്കണം, കൊമ്പുള്ളത് വേണോ കൊമ്പില്ലാത്തത് വേണോ, അതുപോലെ തന്നെ അത് ഏത് തരത്തിൽ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ച നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അങ്ങനെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവർ ആ കാര്യത്തെ പ്രയാസകരമാക്കി മാറ്റിക്കൊണ്ടിരിക്കും. അവരുടെ ഹൃദയകാഠിന്യത്തെ കാണിക്കാനാണ് ഈ സംഭവം ഇവിടെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ. അതുപോലെ തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള തൗറാത്തിലെ വചനങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് അവർ മാറ്റിമറിക്കുന്നുണ്ട്. സത്യങ്ങളെല്ലാം അവർ മൂടി വയ്ക്കുകയും അറിവില്ലാത്തവർക്കിടയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് സംസാരിച്ച പ്രവാചകന്മാരെ അവർ നിഷേധിക്കുകയും ചിലരെയൊക്കെ കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട്. അവസാന പ്രവാചകനായിട്ട് മുഹമ്മദ് നബി വരുമെന്ന് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ സൂചന ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം തങ്ങളുടെ വംശത്തിൽ നിന്നല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ അദ്ദേഹത്തെ അംഗീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഈ ഒരു കാര്യം തന്നെയാണ് ഇപ്പം അവർ ഈസ നബിയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിലും ഒരു രാജകുടുംബത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ അയക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല സംഭവിച്ചത്. കാരണം യേശുക്രിസ്തു ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നത് കാരണമായിട്ടാണ് ആ ഒരു പ്രവാചകനെ അവർ അംഗീകരിക്കാതെ അവർ അദ്ദേഹത്തെ കൊല്ലാൻ തയ്യാറായത്, അദ്ദേഹത്തെ വധിക്കാൻ തയ്യാറായത് ആ ഒരു കാരണം കൊണ്ടാണ്. അങ്ങനെ അനേകം അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ കണ്ടിട്ടും അവരുടെ ഹൃദയങ്ങൾ പാറയെപ്പോലെ കടുപ്പമുള്ളതായി തീർന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ചില പാറകൾ അള്ളാഹുവിനെ ഭയന്ന് താഴേക്ക് വീഴാറുണ്ട്, എന്നാൽ ഇവരുടെ ഹൃദയം അതിനേക്കാൾ കഠിനമാണെന്നാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചിട്ടും നന്ദിയേട് കാണിക്കുകയും കൽപ്പനകൾ ലംഘിക്കുകയും ചെയ്ത ഒരു ജനതയുടെ ചരിത്രം വിവരിക്കുന്നതിലൂടെ മുസ്ലിങ്ങൾ ആയിട്ടുള്ളവർ അത്തരം തെറ്റുകളിൽ അകപ്പെടരുത് എന്ന താക്കീത് സൂറത്തുൽ ബക്കറ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ബക്കറയിലും ഖുർആനിലെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂതന്മാരുടെ ഭാവിയെക്കുറിച്ചും അവർക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രധാനമായിട്ടും 3 തലങ്ങളിലായിട്ടാണ് ഖുർആൻ വിവരിക്കുന്നത്. അതായത് ഒന്ന്, വിഭജനവും ചിതറിക്കപ്പെടലും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുകയും പ്രവാചകന്മാരെ നിഷേധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് ഭൂമിയിൽ അപമാനവും ദാരിദ്ര്യവും നേരിടേണ്ടി വരുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചിതറിക്കപ്പെടുമെന്നും ഒരിടത്തും അവർക്ക് സുരക്ഷിതമായ ഒരു അഭയം ലഭിക്കുകയില്ല എന്നും അള്ളാഹുവിൽ നിന്നുള്ള കരാറോ അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്നുള്ള കരാറോ വഴി അല്ലാതെ അവർക്ക് യാതൊരു അഭയവും ലഭിക്കത്തില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് ആൽ ഇമ്രാനിലും സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സത്യം മനസ്സിലാക്കിയിട്ടും അത് മറച്ചു വെക്കുകയും ലൗകിക ലാഭത്തിന് വേണ്ടിയിട്ട് വേദഗ്രന്ഥങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്തവർക്ക് പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ടാകുമെന്ന് സൂറത്തുൽ ബക്കറ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥം മറച്ചു വെക്കുകയും അതിന് പകരമായിട്ട് തുച്ഛമായ വില വാങ്ങുകയും ചെയ്യുന്നവർ തങ്ങളുടെ വയറുകളിൽ അഗ്നിയല്ലാതെ മറ്റൊന്നും നിറയ്ക്കുന്നില്ല എന്ന് ബക്കറ 174 നമുക്ക് കാണാൻ സാധിക്കും. ഹദീസുകളിലൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ജൂതന്മാരുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ പരാമർശങ്ങളുള്ളതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഈസ നബിയുടെ മടങ്ങി വരവ്, അന്ത്യനാൾ അടുക്കുമ്പോൾ ഈസ നബി വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്നും അന്ന് ജൂതന്മാർക്കിടയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നൊക്കെ ഇസ്ലാം മതം വിശ്വസിക്കുന്നുണ്ട്.
അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ദജ്ജാലിനെ ജൂതന്മാരിൽ വലിയൊരു വിഭാഗം പിന്തുടരുമെന്നും തുടർന്നുണ്ടാകുന്ന യുദ്ധത്തിൽ അവർക്ക് പരാജയം സംഭവിക്കുമെന്നും ഹദീസുകൾ വ്യക്തമാക്കുന്നുണ്ട്. ബനു ഇസ്രായേലിൻ്റെ ചരിത്രവും ഭാവിയും ഖുർആൻ വിവരിക്കുന്നത് മുസ്ലിം സമുദായത്തിന് ഒരു പാഠമായിട്ടാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു ജനത നന്ദിയേട് കാണിച്ചാൽ അവർക്ക് ലഭിക്കുന്ന അതേ പരാജയവും ശിക്ഷയും മറ്റേതൊരു ജനതയ്ക്കും ബാധകമാണെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങുകയും സത്യത്തെ അംഗീകരിക്കുകയും ചെയ്യാത്തിടത്തോളം അവർക്ക് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഖുർആൻ്റെ വീക്ഷണം. പുരാതന സെമിറ്റിക് സംസ്കാരങ്ങളിലെ ആരാധനാമൂർത്തിയായിട്ടുള്ള ബാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ദജ്ജാൽ എന്നീ ഒരാളാണെന്ന വാദം പ്രധാനമായും വരുന്നത് ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങളിലും പുരാതന ചിഹ്നങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലുമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. പുരാതന കനാൻ നിവാസികളുടെ ഇടയിൽ ആകാശം, മിന്നൽ, മഴ എന്നിവയുടെ ദൈവമായിട്ടാണ് ബാൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം ദജ്ജാൽ വരുമ്പോഴും ദജ്ജാൽ ആകാശത്തിൽ നിന്ന് മഴ പെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് ബാൽ എന്നും അതുപോലെ തന്നെയാണ് ദജ്ജാൽ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ദജ്ജാലിന് അള്ളാഹു നൽകുന്ന പരീക്ഷണത്തിൻ്റെ ഭാഗമായി ആകാശത്തോട് മഴ പെയ്യിക്കാനും ഭൂമിയോട് മുളപ്പിക്കാനും കൽപ്പിക്കാനുള്ള കഴിവുകൾ ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സമാനതയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പുരാതന കനാൻ നിവാസികളുടെ ഇടയിൽ ആകാശം, മിന്നൽ, മഴ എന്നിവയുടെ ദൈവമായിട്ടാണ് ബാൽ അറിയപ്പെട്ടിരുന്നത്. പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് ബാൽ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ദജ്ജാലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അള്ളാഹു നൽകുന്ന പരീക്ഷണത്തിൻ്റെ ഭാഗമായി ആകാശത്തോട് മഴ പെയ്യിക്കാനും ഭൂമിയോട് മുളപ്പിക്കാനും കൽപ്പിക്കാനുള്ള കഴിവുണ്ടാകുമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സമാനതയാണ് പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ദജ്ജാലിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം എന്ന് പറയുമ്പോൾ അവ ഒറ്റക്കണ്ണനായിരിക്കും എന്നതാണ്. പുരാതന ഈജിപ്ഷ്യൻ കനാൻ സംസ്കാരങ്ങളിലെ പല വിഗ്രഹങ്ങളും ചിഹ്നങ്ങളും ഏകനേത്രത്തെ സൂചിപ്പിക്കുന്നവയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക കാലത്തെ പല ഗൂഢസംഘങ്ങളും ഈ ചിഹ്നം ഉപയോഗിക്കുന്നത് ദജ്ജാലിൻ്റെ വരവിനുള്ള ഒരുക്കമാണെന്ന് ചിലർ വാദിക്കുന്നുമുണ്ട്. നമുക്കൊക്കെ കാണാൻ സാധിക്കും ഈ ഒരു ഒറ്റക്കണ്ണിൻ്റെ ചിത്രം, ആ ഒരു എംബ്ലം പല ഭാഗങ്ങളിലായിട്ടും ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നതായിട്ടും അതിനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ ആ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഒരു കാളയുടെ രൂപത്തിലോ അല്ലെങ്കിൽ കൊമ്പുള്ള കിരീടം ധരിച്ചോ ആണ് ബാലിനെ പലപ്പോഴും ചിത്രീകരിക്കാറുള്ളത്. പൗരാണിക കാലത്തെ വിഗ്രഹാരാധനയുടെ വേരുകൾ ദജ്ജാലിലേക്ക് നീളുന്നുവെന്നും സാമിർ നിർമ്മിച്ചിട്ടുള്ള സ്വർണ്ണ പശുക്കുട്ടി, അതായത് നമുക്ക് ജൂതന്മാർക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗ്രന്ഥം വാങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ സാമിരി എന്നൊരാൾ ജൂതന്മാർക്ക് ഒരു സ്വർണ്ണ പശുക്കുട്ടിയെ നിർമ്മിച്ചു കൊടുക്കുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ദജ്ജാലിൻ്റെ പ്രേരണയാൽ ഉണ്ടായതാണെന്നും ചില പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈനെ പോലുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ചരിത്ര ഗവേഷകർ വാദിക്കുന്നത് ബാൽ എന്നൊരു പ്രത്യേകം വ്യക്തിയല്ല, മറിച്ച് യജമാനൻ എന്നർത്ഥം വരുന്ന പദമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരെ വഴി പിഴപ്പിക്കാൻ ഓരോ കാലത്തും വന്ന പിശാചിൻ്റെ രൂപങ്ങളെല്ലാം ഒടുവിൽ ദജ്ജാലിൽ ചെന്ന് നിൽക്കുന്നു എന്നാണ് ഈ വാദത്തിൻ്റെ ഒരു കാതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഓരോ യുദ്ധത്തിൽ കാണുന്ന ഈ എപ്സ്റ്റൈൻ ഫയൽ പോലുള്ള ഇതിലെല്ലാം കാണുന്നതൊക്കെ നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന ബലികളും എല്ലാം ചെന്നെത്തിപ്പെടുന്നത് അവസാനം ബാലിലൂടെയാണെങ്കിലും പല പേരിലൂടെയാണെങ്കിലും ചെന്നെത്തിപ്പെടുന്നത് ദജ്ജാലിലേക്കാണ് എന്ന് ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏറെക്കുറെ സത്യമാണെന്നുള്ളതും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങൾ ഖുറാനും ഹദീസും പരിശോധിച്ചാൽ ബാലും ദജ്ജാലും ഒരാളാണെന്ന് നേരിട്ട് പറയുന്ന സന്ദർഭങ്ങളൊന്നുമില്ല. നമുക്ക് ഖുറാനിൽ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇല്യാസ് നബി തൻ്റെ ജനതയോട് ചോദിക്കുന്ന ഒരു പാഠഭാഗത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ബാലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഏറ്റവും നല്ല സൃഷ്ടികർത്താവിനെ വിട്ടുകളയുകയുമാണോ എന്ന് ഖുറാനിൽ ചോദിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ബാൽ എന്നത് ഒരു വിഗ്രഹമായിട്ടാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ലോകാവസാനത്തിന് തൊട്ട് മുമ്പ് മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദജ്ജാല് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ദജ്ജാല് വരുന്നതിന് മുമ്പിട്ട് അവന് ഒരുപാട് ശക്തിപ്പെടേണ്ട ആവശ്യകത ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ദജ്ജാലിനെ ശക്തിപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നതിലൂടെയാണ് ദജ്ജാലിന് കൂടുതലായിട്ട് ശക്തി ആർജിക്കാൻ കഴിയുന്നത് എന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ഇവ രണ്ടും ഒന്നാണെന്ന വാദം ചരിത്രപരമായ സമാനതകളെയും ചിഹ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മതാടിസ്ഥാനത്തിലുള്ള വ്യക്തമായ തെളിവുകളേക്കാൾ ഉപരി ഇതൊരു നിരീക്ഷണമായിട്ട് ഗവേഷകർ കാണുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പുരാതന കാനാൻ സംസ്കാരത്തിലും അതുപോലെ തന്നെ ഫിനീഷ്യൻ നാഗരികതയിലുമൊക്കെ ബാൽ എന്ന ആരാധനാമൂർത്തിക്ക് നൽകിയിരുന്ന ബലികൾ ചരിത്രപരമായിട്ട് വളരെ ക്രൂരവും ഭയാനകരവുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്ര രേഖകളിലും മതഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ശിശുബലി ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ബാൽ ആരാധനയിലെ ഏറ്റവും ഭീകരമായ വശം കുഞ്ഞുങ്ങളെ ബലി നൽകുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതായത് മഴ ലഭിക്കാനും വിളവെടുപ്പ് നന്നാവാനും ബാൽ പ്രീണനത്തിനായി സ്വന്തം മക്കളെ അഗ്നിയിൽ ഹോമിക്കുന്ന രീതി നിലനിന്നിരുന്നതായിട്ട് നമുക്ക് പുരാതന കാർത്തേജ് പോലുള്ള നഗരങ്ങളിൽ ഇതിനായി പ്രത്യേക ബലിപീഠങ്ങൾ പോലും ഉണ്ടായിരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ബാലിൻ്റെ പുരോഹിതന്മാർ ആവേശത്തോടെ നൃത്തം ചെയ്യുകയും തങ്ങളുടെ ശരീരം കത്തികൊണ്ടും വാളുകൊണ്ടും ഒക്കെ മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ഈ ഇസ്ലാമിക സംസ്കാരത്തിൽ പോലെ ഈ വെട്ടുകുത്ത് റാത്തീബ് ഇതൊക്കെ ഈ ഇടക്കാലം കൊണ്ട് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള രീതികളും ചെയ്തികളും ഒക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവർ സത്യവിശ്വാസികളാണെന്ന് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവരും ഈ കാണിക്കുന്ന ഈ സ്വന്തം ശരീരത്തെ മുറിപ്പെടുത്തുകയൊക്കെ കാണിക്കുന്നതൊക്കെ ഇത് ഒരു പൈശാചിക രീതിയാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രക്തം ചിന്തിയാൽ മാത്രമേ ബാൽ പ്രസാദിക്കൂ എന്നായിരുന്നു അവരുടെ വിശ്വാസം എന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബൈബിളിൽ ഇല്യാസ് നബിയും ബാൽ പുരോഹിതന്മാരും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഈ രീതിയെക്കുറിച്ചും പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാൽ ആരാധനയുടെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളിൽ വെച്ച് നടത്തിയിരുന്ന പ്രത്യേക ആചാരങ്ങൾ ധാർമ്മികമായി വളരെ അധപ്പതിച്ചതായിരുന്നു എന്നും ഇത് കേവലം ഒരു ആരാധനയല്ല മറിച്ച് പ്രകൃതി ശക്തികളെ ഉണർത്താനുള്ള ഒരു മാർഗമായിട്ട് അവർ കണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പുരാതന മതങ്ങളെ പോലെ തന്നെ കാളയെയും മറ്റ് മൃഗങ്ങളെയൊക്കെ ബാലിന് ബലി നൽകിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബാലിനെ പലപ്പോഴും ഒരു കാളയുടെ രൂപത്തിൽ ചിത്രീകരിക്കുന്നത് കാരണമായിട്ട് തന്നെ കാളബലിക്ക് വലിയ പ്രാധാന്യമുള്ളതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില ആധുനിക ഗൂഢാലോചന നിരീക്ഷണങ്ങൾ വാദിക്കുന്നത് പുരാതന കാലത്ത് ബാലിന് നൽകിയിരുന്ന ഈ രക്തബലികൾ യഥാർത്ഥത്തിൽ ദജ്ജാലിൻ്റെ വരവിനായിട്ട് പിശാചിനെ പ്രീണിപ്പിക്കാൻ ചെയ്തിരുന്നതാണ് എന്ന് തന്നെയാണ്. അപ്പം ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ലോകത്തെ യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലും വർദ്ധിക്കുമെന്ന് ഹദീസുകളിൽ നമുക്കൊരു സൂചനയും ആൾറെഡി തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാൽ ആരാധനയിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ലൈംഗിക അരാജകത്വവും മൂല്യച്യുതിയും ദജ്ജാലിൻ്റെ കാലത്ത് ലോകത്ത് വ്യാപിക്കുമെന്ന് പറയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ മനുഷ്യത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ഇത്തരം ബലികളും ആചാരങ്ങളും വഴിപിഴച്ച ഒരു ജനതയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് ഖുർആൻ ബാലിനെ ആരാധിക്കുന്നതിന് ശക്തമായി എതിർത്തതും നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം പൈശാചികമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാനായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ബാൽ എന്ന പേര് നേരിട്ട് പരാമർശിക്കുന്നത് സൂറത്തു സഫാഫിലെ 123 മുതൽ 127 വരെയുള്ള ആയത്തുകളിലാണെന്ന് കാണാൻ സാധിക്കും. ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിവരിക്കുന്ന ഒരു ഭാഗത്താണ് നമുക്കിതിൻ്റെ ഒരു വിശദീകരണം കാണാൻ സാധിക്കുന്നത്. നമുക്കത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇല്യാസും ദൂതന്മാരിൽ പെട്ടവനായിരുന്നു. അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ, നിങ്ങൾ ബാലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഏറ്റവും നല്ല സൃഷ്ടാവിനെ വിട്ടുകളയുകയുമാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുൻഗാമികളായ പിതാക്കളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇന്നത്തെ സിറിയ, ലെബനൻ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന ഫിനീഷ്യൻ ജനതയിലേക്കാണ് ഇല്യാസ് നബി നിയോഗിക്കപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നഗരമായിരുന്നു ബാൽബക്കീസ്. പേര് തന്നെ ഈ വിഗ്രഹവുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബാൽ എന്ന വിഗ്രഹത്തെ അവർ തങ്ങളുടെ ദൈവമായിട്ട് ആരാധിച്ചിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബാൽ എന്ന വാക്കിൻ്റെ അറബി അർത്ഥം, അറബിയിലും ഹീബ്രുവിലും ബാൽ എന്ന വാക്ക് ബാൽ എന്ന യജമാനൻ എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വരുന്നത്. ആ ജനത തങ്ങളുടെ സർവാധിപതിയായിട്ട് ആ വിഗ്രഹത്തെ കണ്ടിരുന്നത് കൊണ്ടാണ് ആ പേര് വന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൃഷ്ടാവും സൃഷ്ടിയും ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹുവെ ഉപേക്ഷിച്ച് മനുഷ്യൻ നിർമ്മിച്ച ഒരു വിഗ്രഹത്തെ യജമാനൻ എന്ന് വിളിക്കുന്നതിലെ യുക്തിശൂന്യതയാണ് ഇല്യാസ് നബി ചോദ്യം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പിതാക്കളും മുൻഗാമികളും ആരാധിച്ചിരുന്നു എന്നത് ഒരു കാര്യം സത്യമാകാൻ തെളിവില്ലെന്ന് ഖുർആൻ സത്യമാക്കുന്നു. സത്യം അള്ളാഹു മാത്രമാണ് എന്നതാണ്. ഇല്യാസ് നബിയുടെ ഉപദേശം ആ ജനത തള്ളിക്കളയുകയും അദ്ദേഹത്തെ വ്യാജനാക്കി മാറ്റുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫലമായി അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അർഹരായെന്നും പരലോകത്ത് അവർ ഹാജരാക്കപ്പെടുമെന്നും ഖുർആൻ 37:127 മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഖുർആൻ ബാലിനെ അവതരിപ്പിക്കുന്നത് അള്ളാഹുവിന് പുറമെ മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ഒരു വ്യാജ ദൈവമായിട്ടാണ്. ദജ്ജാലുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നത് പൈശാചികമായ ആരാധനാ കർമ്മങ്ങൾ, അതുപോലെ തന്നെ ഈ രക്തബലി, അതുപോലെ തന്നെ ഈ കുട്ടികളെ ബലി കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ദജ്ജാലിൻ്റെ പൈതൃകമായി ചിലർ കാണുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഖുർആനികമായി ബാൽ എന്നത് ഇല്യാസ് നബിയുടെ കാലത്തെ ഒരു പ്രധാന വിഗ്രഹമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒന്നിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഒഴുക്കിനെയാണ്. അതായത് നദികളുടെ ഉത്ഭവങ്ങൾ എവിടെ നിന്നാണേലും അതെല്ലാം അവസാനം വന്നെത്തുന്നത് കടലിൽ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇരുട്ടിൻ്റെ ശക്തികളൊക്കെ ഏത് പേരിൽ വിളിച്ചാലും ആ ശക്തികളെല്ലാം ഒന്നിൽ തന്നെ വന്ന് ലയിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലെ ദുർമന്ത്രവാദ രീതികളിലൊന്നായ ചാത്തൻ സേവയും പുരാതനമായിട്ടുള്ള ബാലാരാധനയും തമ്മിൽ നേരിട്ട് ചരിത്രപരമായിട്ടുള്ള ബന്ധമൊന്നും ഇല്ലെങ്കിലും അവയുടെ പ്രവർത്തന രീതികളിലും ലക്ഷ്യങ്ങളിലും സമാന്തരമായ ചില പൈശാചിക സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധത്തെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാൽ പുരാതന കാലത്ത് ബാലിനെ പ്രസാദിപ്പിക്കാൻ മൃഗബലിയും ചിലയിടങ്ങളിൽ ശിശുബലിയും നടത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചാത്തൻ സേവയെ നമ്മൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചാത്തനെ പ്രസിദ്ധിപ്പിക്കാനായിട്ട് കോഴിബലിയും അതുപോലെ തന്നെ നൽകുന്ന രീതി ഇന്നും ചില കേന്ദ്രങ്ങളിൽ നിലനിൽക്കുന്നുള്ളതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. രക്തം ചിന്തിയാൽ മാത്രമേ ഈ ശക്തികൾ വഴങ്ങുകയുള്ളൂ എന്നുള്ള വിശ്വാസം ഇത് എല്ലാത്തിലും പൊതുവായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ബാൽ മഴ പെയ്യിക്കാനും കൃഷി നന്നാക്കാനും ശത്രുക്കളെ നശിപ്പിക്കാനും വേണ്ടിയാണ് ആളുകൾ ബാലിനെ വിളിച്ചിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കേവലം ലൗകികമായ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും മനുഷ്യൻ ബാലിനെ ആരാധിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി അടിക്കാനോ, ഇപ്പം നമ്മൾ ചാത്തൻ സേവയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ലോട്ടറി അടിക്കാനോ ശത്രുക്കളെ നശിപ്പിക്കാനോ അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതിക്കോ വേണ്ടിയാണ് ആളുകൾ ചാത്തനെ സേവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തോടുള്ള ഭക്തിയേക്കാൾ ഉപരി സ്വന്തം സ്വാർത്ഥതയ്ക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് സ്വന്തം ജീവിതത്തിലെ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ദുർമൂർത്തികളെയെല്ലാം അവർ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദജ്ജാൽ വരുന്നത് മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് അകറ്റി പൈശാചിക ശക്തികളിലേക്ക് തിരിച്ചുവിടാനാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദജ്ജാലിൻ്റെ കാലത്ത് മാന്ത്രിക വിദ്യയും അത്ഭുതങ്ങളും ഉച്ചസ്ഥായിലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചാത്തൻ സേവ പോലെയുള്ള ദുർമന്ത്രവാദങ്ങൾ ഇത്തരം പൈശാചിക ശക്തികളെ ആശ്രയിക്കുന്നതാണെന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാലിനെ ആരാധിക്കുന്നവർ ആ വിഗ്രഹത്തിൻ്റെ അടിമകളാകുന്നത് പോലെ തന്നെ ചാത്തനെ സേവിക്കുന്നവരും ആ ശക്തിയുടെ കടുത്ത നിയന്ത്രണത്തിലാകുമെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് കറുത്തച്ഛനൂട്ട് എന്ന പേരിൽ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് വിശദമായും വ്യക്തമായും ഉള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് യുദ്ധമൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ കുറച്ച് മുമ്പ് തന്നെ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്താണത് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചാത്തനെ സേവിക്കുന്നവരും ആ ശക്തിയുടെ കടുത്ത നിയന്ത്രണത്തിലാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒടുവിൽ മനുഷ്യനെ സൃഷ്ടാവിൽ നിന്ന് പൂർണ്ണമായിട്ടും അകറ്റുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചില സാത്താൻ സേവാ കേന്ദ്രങ്ങളിലും മന്ത്രവാദ കളങ്ങളിലും ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ, അതായത് നമുക്ക് കാണാം എപ്പോഴും ആ ഒരു പിരമിഡിൻ്റെ ചിഹ്നം, ത്രികോണം, ഒറ്റക്കണ്ണ് തുടങ്ങിയ ആഗോളതലത്തിൽ ദജ്ജാലുമായി ബന്ധപ്പെടുത്തി പറയുന്നിട്ടുള്ള ചിഹ്നങ്ങളുമായിട്ട് സാമ്യമുള്ളതാണെന്ന് നമ്മളൊന്നും നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും. ലോകം മുഴുവൻ ഒരു പൈശാചിക വ്യൂഹത്തിന് കീഴിലാക്കാൻ ഇത്തരം പ്രാദേശിക ദുർമന്ത്രവാദ രീതികൾ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് ഈ വാദത്തിൻ്റെ കാതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ ബാലിനെക്കുറിച്ച് പറഞ്ഞത് അത് മനുഷ്യരെ നേർവഴിയിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു വ്യാജ ദൈവമാണ് എന്നാണ്. ഇന്നത്തെ ചാത്തൻ സേവ അത്തരത്തിൽ മനുഷ്യൻ്റെ ഭയത്തെയും അത്യാഗ്രഹത്തെയും ചൂഷണം ചെയ്യുന്ന ഒന്നാണ് എന്ന് ഇസ്ലാമിക വീക്ഷണപ്രകാരം ഇത്തരം ദുർമന്ത്രവാദങ്ങൾ ശിർക്കാണ് എന്ന് വലിയ പാപത്തിൻ്റെ പരിധിയിലാണ് വരുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ദജ്ജാൽ വെറും ഒരു വഞ്ചകൻ മാത്രമല്ല, അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കാനായിട്ട് അവന് നൽകുന്ന ചില അസാധാരണ കഴിവുകൾ മന്ത്രവാദത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവയായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജീവിച്ചവരെ മരിച്ചവരെ ജീവിപ്പിക്കൽ. ദജ്ജാൽ ഒരാളുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ പിശാചുക്കളെ പ്രത്യക്ഷപ്പെടുത്തുമെന്നും ഇവൻ നിന്റെ രക്ഷിതാവാണ്, ഇവനെ പിന്തുടരൂ എന്ന് ആ പിശാചുക്കൾ പറയുമ്പോൾ സാധാരണക്കാർ വിശ്വസിച്ച് പോകുമെന്നും നമുക്ക് പ്രവാചകൻ വിശദമാക്കി തന്നിട്ടുണ്ട്. ചാത്തൻ സേവ പോലെയുള്ളവയിൽ ജിന്നുകളെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ചെറിയ രൂപമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയുടെ മേലുള്ള ആ ഒരു നിയന്ത്രണം, മഴ പെയ്യിക്കാനും ഭൂമിയിലെ നിധികൾ പുറത്തെടുക്കാനും അവന് സാധിക്കും. ലൗകിക നേട്ടങ്ങൾക്കായി മന്ത്രവാദികളെ സമീപിക്കുന്നവർക്ക് ദജ്ജാൽ വലിയൊരു ആകർഷണമായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചാത്തൻ സേവയിലേക്ക് ആളുകൾ എത്തുന്ന പ്രധാന കാരണങ്ങൾ ഭയവും പെട്ടെന്ന് പണക്കാരനാകാനുള്ള ദുരാഗ്രഹവുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദജ്ജാലും ഇതേ വികാരങ്ങളെയാണ് ചൂഷണം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്ത് വലിയ പട്ടിണി ഉണ്ടാകുന്ന ഒരു കാലത്തിലാണ് ദജ്ജാൽ വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ കയ്യിൽ ഭക്ഷണത്തിൻ്റെ മലകൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ധാരാളം ഭക്ഷണങ്ങൾ നൽകുമെന്നും പറയുന്നുണ്ട്. അവനെ അനുസരിക്കാത്തവർക്ക് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്നും ചാത്തൻ സേവയിൽ വിധിമാറ്റാം അല്ലെങ്കിൽ ശത്രുവിനെ തകർക്കാം എന്നൊക്കെ പറയുന്നത് പോലെ ദജ്ജാൽ തൻ്റെ അധികാരം ഉപയോഗിച്ച് മനുഷ്യരെ ഭയപ്പെടുത്തുമെന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദജ്ജാലിൻ്റെ ഏറ്റവും വലിയ സൈന്യം പിശാചുക്കളായിരിക്കുമെന്നും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ദുർമന്ത്രവാദ കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ ദജ്ജാലിൻ്റെ വരവിനായി മനുഷ്യ മനസ്സിനെ പാകപ്പെടുത്തുന്നവയാണ് എന്നും നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവെ ഭയപ്പെടുന്നതിന് പകരം പൈശാചിക ശക്തികളെ ഭയപ്പെടാൻ തുടങ്ങുന്നതോടെ മനുഷ്യൻ്റെ ഈമാൻ അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുന്നുവെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വിശ്വാസ തകർച്ചയാണ് ദജ്ജാലിന് വേണ്ടത്. കാരണം വിശ്വാസമില്ലാത്തവർക്ക് മാത്രമേ അവനെ ദൈവമായിട്ട് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുകയുള്ളൂ, അവനെ അംഗീകരിക്കാനും സാധിക്കുകയുള്ളൂ. ഇത്തരം പൈശാചികമായിട്ടുള്ള വലകളിൽ വീഴാതിരിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സൂറത്ത് കൗഫ്. ഈ സൂറത്തിലെ ആദ്യത്തെ 10 ആയത്തുകൾ ദജ്ജാലിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഇത് പതിവായി ഓതുന്നത് ഇത്തരം മന്ത്രവാദ സ്വാധീനങ്ങളിൽ നിന്ന് മനസ്സിനെ രക്ഷിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക എന്നുള്ളതാണ്. ഗുണവും ദോഷവും അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്ന് ഉറച്ച് വിശ്വസിക്കുക. ചാത്തനോ ദജ്ജാലോ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായ അറിവ്, എന്താണ് തൗഹീദ്, ഏകദൈവ വിശ്വാസം, എന്താണ് ശിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കൽ എന്ന് കൃത്യമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. ദജ്ജാലിൻ്റെ വരവിന് മുമ്പ് ലോകത്ത് ഇത്തരം പൈശാചികമായിട്ടുള്ള ഇടപാടുകൾ വർദ്ധിക്കുമെന്ന് പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. മനുഷ്യൻ പതുക്കെ അദൃശ്യമായ പൈശാചിക ശക്തികളെ ആശ്രയിക്കാൻ തുടങ്ങുന്നത് ദജ്ജാലിനെ ഒരു രക്ഷകനായി സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കാറുണ്ട്.
നമ്മുടെ ഈ വീഡിയോയുടെ ദൈർഘ്യം ഒരുപാട് കടന്നു പോകുന്നതിനാൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു ഭാഗം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അത് മറ്റൊരു വീഡിയോയുടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നന്മയുടെ പക്ഷത്ത് നിലനിൽക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും കൂടെ ഷെയർ ചെയ്തെത്തിക്കുക. തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോക്കുള്ള കാരണമായി മാറാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം.